പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പത്നി ആയിഷ ബീവിയോട് പറയുന്ന വർത്തമാനമാണിത്. ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘനേരം രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് ഒടുവിൽ കാല് വിണ്ട് കീറാനാകുമോ എന്ന് ഭയപ്പെട്ട് സങ്കടത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, കഴിഞ്ഞ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു താങ്കൾക്ക് പുറത്തു തന്നു എന്നിരിക്കെ എന്തിനാണ് പ്രവാചകരെ ഇത്ര ദീർഘമായിട്ട് താങ്കൾ നമസ്കരിക്കുന്നതെന്ന്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്ദിയുള്ള അടിമയായിരിക്കുക, റബ്ബിനോട് നന്ദി കാണിക്കുക എന്നത് തീർച്ചയായിട്ടും വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ? നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഓരോ ദിവസവും റബ്ബിനോട് തനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പാലിക്കുന്ന, നന്ദി കാണിക്കുന്ന, നന്ദി പ്രഖ്യാപിക്കുന്ന മനുഷ്യരാണോ നമ്മൾ? തീർച്ചയായിട്ടും നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണിത്. നമുക്കറിയാം, ഒരു ദിവസം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം തുടങ്ങുന്നത് അവൻ്റെ ബെഡിൽ നിന്നും അവൻ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നിശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. റബ്ബേ, ഒരു പുതിയ പ്രഭാതം കൂടി എനിക്ക് സമ്മാനിച്ച നിനക്കാണ് സർവസ്തുതിയും. ഒരു മരണത്തിൽ നിന്നും എന്നെ ജീവിപ്പിച്ചവനാണ് നീ, നിന്നിലേക്കാണ് എൻ്റെ മടക്കം എന്നാണ് ഒരു സത്യവിശ്വാസി പറയുന്നത്. അഥവാ ഒരു പ്രഭാതത്തെ ഏറ്റവും ഫ്രഷായി സ്വീകരിക്കുകയും അങ്ങേയറ്റത്തെ എനർജിയോടുകൂടി സ്വീകരിക്കുകയും ഏറ്റവും കോൺഫിഡൻസോടുകൂടി സ്വീകരിക്കുകയും അള്ളാഹുവിനോട് നന്ദി പറയുകയും ആ ദിവസത്തെ ഏറ്റവും മനോഹരമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഒരു ഉറക്കം കഴിഞ്ഞുള്ള ഉണർച്ചയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മളോട് പറയുന്നത് മരണത്തിനു ശേഷമുള്ള ജീവിതമാണെന്നാണ്. ഉറക്കത്തിൽ റൂഹ് പിടിക്കാത്ത എല്ലാ മനുഷ്യരും പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നു. ഉറക്കത്തിൽ റൂഹ് പിടിക്കപ്പെട്ടവരെ നമ്മൾ മയ്യത്തെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഒരു പ്രഭാതം സമ്മാനിച്ച ഞാൻ റബ്ബിനോട് നന്ദി പറയുകയാണ്. ഒരു പ്രഭാതം കൂടി എനിക്ക് സമ്മാനിച്ച നാഥ, നിനക്ക് നന്ദി. പിന്നീട് നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും നമ്മൾ പറയുന്നത് ബിസ്മി കൊണ്ട് അള്ളാഹുവിനെ ഓർത്താണ് ബ്രഷ് ചെയ്യുന്നത്, അല്ലെ? വലതുവശം കൊണ്ട് ബ്രഷ് ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം കണ്ണാടി നോക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന കൊണ്ടാണ്. അള്ളാഹുവേ, എൻ്റെ ഈ രൂപം മനോഹരമാണ്, എന്നെ എത്ര മനോഹരമായിട്ടാണ് നീ സൃഷ്ടിച്ചത്. ഞാൻ സുന്ദരനാണ്, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ കാറ്റഗറിയിൽ പെടാത്ത ഏതൊരു മനുഷ്യനും നമ്മൾ ചില ആളുകളെക്കുറിച്ച് പറയും, ഇയാൾ വിരൂപനാണല്ലോ, സുന്ദരനല്ലല്ലോ എന്ന്. പക്ഷേ എല്ലാ മനുഷ്യനും അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ, എൻ്റെ ഈ രൂപത്തെ നീ മനോഹരമായി സൃഷ്ടിച്ചതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കണമേ റബ്ബേ എന്നാണ്. ഇത് വേറൊരു കാഴ്ചപ്പാടാണ്. എൻ്റെ സൃഷ്ടിപ്പിൽ ഞാനിനി അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. ഞാൻ സുന്ദരനാണ്, എന്നെ മനോഹരമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നന്നാക്കാനുള്ളത് എൻ്റെ സ്വഭാവമാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്തത്, അവൻ ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. പിശാചിൽ നിന്നും രക്ഷ നേടിക്കൊണ്ടാണ് അവൻ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത്. ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം അവൻ പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. അല്ലാഹുവേ, എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരികയും എനിക്ക് പുറത്തു തരികയും ചെയ്ത നിനക്കാണ് സർവസ്തുതിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ചിലപ്പോൾ അത് മനസ്സറിഞ്ഞ് നമ്മൾ ചെല്ലുക, അള്ളാഹു നമ്മെ കാക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു വിപത്ത് വന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോഴായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ക്യാൻസർ പേഷ്യൻ്റ്, വയറിൽ ക്യാൻസർ വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വയറ് ചിലപ്പോഴിങ്ങനെ വീർക്കാൻ തുടങ്ങും. തൻ്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും, പുറത്തേക്ക് പോകേണ്ടുന്ന എല്ലാ മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 2 ദിവസം തൻ്റെ ശരീരത്തിലെ വെള്ളവും
മാലിന്യവും മലവും മൂത്രവും ഒക്കെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നു. അത് പുറത്തേക്ക് പോകുന്നില്ല. ആ മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ചും വേദനയെക്കുറിച്ചും നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഇരിക്കുമ്പോൾ നടക്കണമെന്നും നടക്കുമ്പോൾ കിടക്കണമെന്നും തോന്നും. ഒടുവിൽ അതൊന്ന് കഴിഞ്ഞു കിട്ടുമ്പോഴാണ് ആ മനുഷ്യൻ പറയുക, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. നാഥ, എല്ലാ പ്രയാസങ്ങളും തീർത്ത് തന്ന നിനക്കാണ് സർവസ്തുതിയും. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ, നന്ദി പ്രകടനങ്ങൾ ആത്മാവില്ലാത്തതായി മാറുന്നു. മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് നമുക്കത് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നന്ദി പറയുവാൻ സാധിക്കുക. ചിലപ്പോഴൊക്കെ ചില അപകടങ്ങളിൽപ്പെട്ടോ മറ്റു വല്ലതോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ അവരുടെ അനുഭവം പറയാറുണ്ട്. ഇങ്ങനെ ബാത്റൂമിൽ പോവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ തങ്ങൾ സഹിച്ച പിരിമുറുക്കത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾ നന്ദി പറയണമെന്ന് പഠിപ്പിച്ചതെന്ന് നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ നിരന്തരമായിട്ട് റബ്ബിനോട് നന്ദി പറയുന്ന, വിനീത ദാസനായിക്കൊണ്ട് റബ്ബിനെ ഓർക്കുന്ന മനുഷ്യനായി തീരുക എന്ന് പറയുന്ന വലിയൊരു സ്വഭാവ സവിശേഷത തീർച്ചയായിട്ടും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും നമസ്കാരം എന്ന് പറയുന്നത് എന്നെ ഓർക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. റബ്ബിനെ ഓർക്കുന്ന നമസ്കാരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കോടാനുകോടി മനുഷ്യരാണ് ഓരോ ദിവസവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഫാത്തിഹയോടുകൂടി നമസ്കാരം തുടങ്ങുന്നത്. എത്ര തവണ ആരൊക്കെയാണ് റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമസ്കാരത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക? റുക്കൂഇലൂടെ, സുജൂദിലൂടെ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, പരിശുദ്ധപ്പെടുത്തുകയാണ്. റബ്ബേ, ഞാൻ നിൻ്റെ മുന്നിൽ വെറും വിനീതനായ ദാസൻ മാത്രമാണ്, നിൻ്റെ അടിമ മാത്രമാണ് എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ അഹങ്കാരത്തെയും ഞാൻ വെറും മണ്ണിലേക്ക് വെക്കുന്ന ഒന്നിൻ്റെ പേര് കൂടിയാണ് നമസ്കാരം. ജെഫ്രി ലാങ് അദ്ദേഹത്തിൻ്റെ മാലാഖമാർ പോലും ചോദിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് നമസ്കരിക്കുവാൻ എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി, മടിയും തോന്നി. ആളുകൾ എന്നെ പരിഹസിക്കുമോ എന്നുള്ള പേടിയും എനിക്കുണ്ടായിരുന്നു. ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിന്നിട്ടില്ല. അങ്ങനെയല്ല, വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരിക്കലും ഞാൻ തലകുനിച്ച് നിന്നിട്ടില്ല. പക്ഷേ ഞാനങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ റുക്കൂഇലേക്ക് പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ പക്ഷേ സുജൂദിലേക്ക് പോയ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്നും എന്തോ ഒന്ന് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം വല്ലാത്ത ഏതോ ഒരു അനുഭവം എന്നെ റബ്ബ് കാരുണ്യം കൊണ്ട് പൊതിയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എത്ര നേരം ഞാൻ ആ സുജൂദിൽ കിടന്നു എന്നെനിക്കറിയില്ല. ഒന്നു മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഒടുവിൽ നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോഴേക്കും എൻ്റെ കുപ്പായമൊക്കെ നനഞ്ഞു കുതിർന്നിരുന്നു എൻ്റെ കണ്ണീരിനാൽ. എന്ന് പറഞ്ഞാൽ ഞാനെന്ന എൻ്റെ ഭാവത്തെ, ഞാനെന്ന എൻ്റെ അഹങ്കാരത്തെ, ഞാനെല്ലാമാണ് എന്ന എൻ്റെ ഭാവത്തെ മുഴുവൻ കഴുകിക്കളയുന്നതാണ് നമസ്കാരം. അങ്ങനെയാണ് നമ്മൾ റബ്ബിന് മുമ്പിൽ വിനീതനായിക്കൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നന്ദി കാണിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്നർത്ഥം. അഥവാ ഞാനെന്ന ഭാവത്തെ, അഹങ്കാരത്തിൽ നിന്നും ആ മനുഷ്യൻ രക്ഷപ്പെടും. രണ്ടാമത്, അവൻ വിനീതനായിത്തീരും. മൂന്നാമത്, അള്ളാഹുവിനോട് നന്ദി പറയുന്ന ശീലം അവനുണ്ടാകും. തൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൻ ഓർക്കും. തൻ്റെ കൈ, തൻ്റെ കണ്ണുകൾ, തനിക്ക് ലഭിക്കപ്പെട്ട അവയവങ്ങൾ, എൻ്റെ കാഴ്ചശക്തി, എനിക്ക് ലഭിക്കപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, എനിക്ക് ലഭിക്കപ്പെട്ട സമ്പത്ത്, സൗകര്യം, എല്ലാത്തിനെക്കുറിച്ചും ആ മനുഷ്യൻ ഓർക്കും. അങ്ങനെ അവൻ്റെ ഹൃദയം വിശാലമാവും. ദരിദ്രനായ ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് നന്ദിയോടെ തൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കും. കാരണം അവൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്, അതിന് നന്ദി കാണിക്കുന്നവനാണ്. അവൻ നിരാശനായിരിക്കില്ല. നന്ദി കാണിക്കുന്ന ഒരു മനുഷ്യൻ നിരാശനായിരിക്കില്ല. എനിക്കത് ലഭിച്ചില്ലല്ലോ, ഇത് ലഭിച്ചില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങളൊരിക്കലും സുഖസൗകര്യങ്ങളിൽ
നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കരുത്. അത് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നിസാരമായി കാണാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൻ ഓർക്കും. നിരാശ ഉള്ള മനുഷ്യനായിട്ട് അവൻ മാറില്ല. പിന്നെ അവൻ ധാരാളമായിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കും. പിന്നീടുള്ള ഒരു ഗുണം, അവനങ്ങനെ കർമ്മനിരതനായിട്ട് മാറും. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. ഇതൊന്നും വെറുതെ എനിക്ക് ലഭിച്ചതല്ല. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, വിശുദ്ധ ഖുർആനിലെ ഒരായത്താണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ച് നാളെ അള്ളാഹു നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് ലഭിച്ച സമയത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ച്, കേൾവിയെക്കുറിച്ച്, നടക്കാനുള്ള ശേഷിയെക്കുറിച്ച്, തീർച്ചയായിട്ടും ഈ സുഖസൗകര്യങ്ങളെക്കുറിച്ചൊക്കെ റബ്ബിനോട് ഞാൻ നാളെ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെയും ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ, നന്മയുടെ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ ആ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ നമ്മളോട് നന്ദിയുള്ള മനുഷ്യനായിരിക്കണം എന്ന് അള്ളാഹു ഉപദേശിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. മുസ്തഫ സിബായി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നന്ദിയുള്ള മനുഷ്യനാവാൻ നിങ്ങളെ സഹായിക്കും. ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ പൂന്തോട്ടം സന്ദർശിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിതയെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയും. എത്ര മനോഹരമായിട്ടാണ് നാഥൻ ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയും റബ്ബിനോട് നന്ദി പറയുകയും ചെയ്യുക. അതിൻ്റെ വില അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ജയിലുകൾ സന്ദർശിക്കുക. അപ്പോഴാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നന്ദിയുള്ള മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ധാരാളം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു രാത്രി നല്ല ഒരു മഴയത്ത് ഒരു തെരുവിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം വീട്ടിലെത്തണമെന്നും നനയാത്ത ഒരു സ്ഥലത്തെത്തണമെന്നും, അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് നല്ല ചൂട് ലഭിക്കുന്ന പുതപ്പ് പുതച്ച് ഉറങ്ങണം എന്നായിരിക്കും. അങ്ങനെ ഉറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു സുഖവും സന്തോഷമുണ്ട്. പക്ഷേ കടവരാന്തകളിൽ ഉറങ്ങുന്ന മനുഷ്യരെ കാണുമ്പോഴായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് ഓർക്കുക. അങ്ങനെ എല്ലാവർക്കും അത് ഓർക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഈ മനുഷ്യൻ്റെ ഹൃദയത്തെ ഇത്തരത്തിൽ വിശാലമാക്കുമ്പോഴാണ് ഒരു മനുഷ്യന് സാധ്യമാവുക. കടവരാന്തകളിൽ വെറും നിലത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനൊരു വീടുണ്ട്, ഒരു കുഞ്ഞു ബെഡാണെങ്കിലും ഒരു ബെഡുണ്ട്, ഒരു പുതപ്പുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളാണ് യഥാർത്ഥത്തിൽ വലിയ കോടീശ്വരൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം ചില സഹാബികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. താങ്കൾക്ക് എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വീടുണ്ട്, ഒരു വാഹനമുണ്ട് എന്ന് മറുപടി പറയുമ്പോൾ എങ്കിൽ താങ്കൾ തന്നെയാണ് കോടീശ്വരൻ എന്ന് പറയുന്ന മറുപടി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ച് നന്ദിയുള്ള മനുഷ്യരായിരിക്കുക. അതിന് അല്ലാഹുവിനോട് നന്ദി പറയുക. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക. അത് മറ്റുള്ള മനുഷ്യർക്ക് കൂടി ലഭിക്കുവാനുള്ള പ്രയത്നത്തിലേർപ്പെടുക. തൻ്റെ ഈ യൗവനവും ആരോഗ്യവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെയും തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്ന ആ ഒരു വാക്യമുണ്ടല്ലോ, അത് നമ്മളെ വീണ്ടും വീണ്ടും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഹൃദയവിശാലതയുള്ള, അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന, സുജൂദിൽ വീണ് റബ്ബിന് നന്ദി പറയുന്ന, ഹൃദയത്തിൻ്റെ എല്ലാ അഹങ്കാരത്തിൽ നിന്നും രക്ഷപ്പെട്ട, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യനായിട്ട് മാറാൻ, മറ്റുള്ളവരെ നോക്കി പദം പറഞ്ഞ് ആവലാതിപ്പെട്ട് എല്ലാ ദിവസവും അസ്വസ്ഥപ്പെട്ട്
നിരാശനായി ജീവിക്കുന്നതിന് പകരം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ധാരാളം വലിയ പണ്ഡിതന്മാരെക്കുറിച്ചും വലിയ മനുഷ്യരെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ സന്തോഷം എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എന്താണ് ഇവരെ ഇത്രമാത്രം സന്തോഷിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ചെറിയ സൗകര്യത്തിലും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇതുതന്നെയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യൻ, അതിന് നന്ദി പറയുന്ന മനുഷ്യൻ, അതിന് അള്ളാഹുവിനോട് കടപ്പെടുന്ന മനുഷ്യൻ, തീർച്ചയായിട്ടും ആ വിശാലമായ അർത്ഥത്തിൽ ശുക്ർ ചെയ്യുന്ന മനുഷ്യനായിട്ട്, നന്ദിബോധമുള്ള മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. വിശാലമായ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ജീവിതത്തെ അതിനനുസരിച്ച് മനോഹരമായി സെറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പാഠങ്ങൾ വരും തലമുറക്കും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. ചെറിയ കാര്യത്തിൽ തന്നെ നിരാശ കൊണ്ട് ജീവിതം മടുക്കുകയും വെറുക്കുകയും അങ്ങേയറ്റത്തെ നിരാശയുടെ പടുകുഴിയിലേക്കും വീണുപോകുന്ന ധാരാളം മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്ന പാഠമെന്നത് വളരെ വലുതാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ നീ എന്നും താഴേക്ക് നോക്കുക, വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ നീ എന്നും മുകളിലേക്ക് നോക്കുക. വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അത് ലഭിച്ച ധാരാളമായി ലഭിച്ച മനുഷ്യനിലേക്ക് നോക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. സമ്പത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും കാര്യത്തിൽ നീ നിനക്ക് താഴെയുള്ളവനിലേക്ക് നോക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാഠം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ശുക്രൻ ചെയ്യുന്ന നന്ദിയുള്ള മനുഷ്യനായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.